ഞാനേ ഇന്നൊരു സംഭവം കാണിച്ചു തരാട്ടാ. ഇന്നും ഒരു സംഭവം ഉണ്ടാക്കണം. മാ എന്താ പരിപാടി കണ്ട? ഇതില് ബീഫാണ് കേട്ടോ. ഇത് ചോറിന് ഊറ്റി വെച്ചത്. നമ്മൾ ഇമ്മ ബിരിയാണി ഉണ്ടാക്കട്ടെ ഒന്ന് കണ്ട. തക്കാളി ആ നമ്മളെ നമ്മളിത് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കണ്ട. നല്ല ബീഫ് ബിരിയാണി, ബീഫ് ദം ബിരിയാണി കണ്ട. ആവട്ടെ കേട്ടോ. അടുപ്പിലുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, നല്ല ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടാക്കണേ. സൂപ്പറായിരിക്കും. അപ്പം ഇന്നത്തെ സ്പെഷ്യലാണല്ലേ അമ്മ? തക്കാളി എൻ്റെ ഉള്ളി വാടട്ടെ, നമുക്ക് അടച്ചു വെക്കാം. അമ്മ ചോറ് കുടിക്കട്ടെ കേട്ടോ. ഷാനു നീച്ചിക്കണോ? ഷാനുവിനെ വിളിച്ചപ്പോൾ ഷാനു വരും. കാണാണ്ട അതാണ് എൻ്റെ തറവാട് വീട് കേട്ടോ. കണ്ട തറവാട്. അങ്ങനെ നമ്മുടെ ബിരിയാണിന്റെ മസാല റെഡി ആയിട്ടതാ കണ്ടോ. ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഫൈനലി ഇത് വറ്റിട്ടോ കേട്ടോ. ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിൽ പൊഴിക്കാട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് പൊഴിക്കട്ടെ. ഞാന് വേണ്ടത് ഈ കുക്കർക്ക് തന്നെ ഒഴിക്കട്ടെ കേട്ടോ. കേട്ടോ എന്താ ഗ്രേവി പോലെ ആയിട്ടോ. മസാലയാണ് അപ്പൊ ഇത് കണ്ടോ. നമ്മളിത് മാറ്റും. ഇത് മാറ്റിയിട്ട് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാട്ടോ. ഇതൊക്കെ മാറ്റട്ടെ. ജസ്റ്റ് ഞാനൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇനി തീയൊക്കെ കുറക്കട്ടെ കേട്ടോ. തീയൊന്നും ഇനി വേണ്ട, ഇനി ദമ്മിടാനല്ലേ. എന്താ പുക 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 പുക. തീയൊക്കെ നമ്മൾ കമ്മിയാക്കും കേട്ടോ. അപ്പൊ ഇനി ഇതിലൊന്നുമില്ല, ഇത് മാത്രമുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടല്ല പരിപാടി. ഇത് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചു. ചോറ് കൊട്ടട്ടെ കേട്ടോ. ഇപ്പൊ കാണില്ലേ ബിരിയാണിന്റെ മസാലയാണ് കേട്ടത്. നമ്മള് ദം ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ നമ്മള് ആദ്യം കുറച്ച് തേയില ഒഴിക്കും കേട്ടോ. കുറച്ച് ഇതെന്തിനാ വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ ബീഫ് ഇട്ടിട്ട് സോഫ്റ്റ് ആവാനോട്ടോ. പിന്നെ അപ്പൊ മസാല റെഡി ആയിട്ട് ഇതൊരു പാത്രത്തിൽ പൊഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് കുറച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ കടന്നിട്ട് വറ്റണം. കുറച്ച് വറ്റണം. വറ്റിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മൾ റൈസ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ബിരിയാണിയുടെ റൈസ് നമ്മൾ വേവിച്ച് വെച്ചതാണ്. ഇത് വറ്റട്ടെ. വറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ ദമ്മാക്കിയിട്ടിടും. മണി ഇവിടെ വാ, ഇതൊന്ന് പിടിച്ചെന്നാ മതി. ഫോണ് പിടിച്ചെന്നാ മതി. എനിക്ക് രണ്ട് കയ്യിൽ പരിപാടി അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്റെ ഫേസ് കാണരുത് കേട്ടോ. തലയിൽ തട്ടടാത്തോട്ടാണ്. കൊട്ട് നമ്മളിതിങ്ങനെ ഇതാക്കി കൊടുക്കും. എന്താക്കി ഇങ്ങനെ വെക്കും. കുറച്ച് നെയ്യ് ഒഴിക്കും. ഈ ബാലൻസ് ഉള്ള മല്ലിയരി കൂടി ഇതിലിടും. ഒരു മിനിറ്റ് ഇട്ടാ ഒരു കാര്യം കൂടി ഉണ്ട്. ഗരം മസാലയാണ് കേട്ടോ. കണ്ടോ ഇത് നമ്മളൊരു നുള്ള് ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. മസാലയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇതാക്കി വെച്ചതാട്ടോ. ചോറ് ഊറ്റി വെച്ചതാണ്. നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മള് ഈ ബാലൻസ് വരുന്ന നെയ്യ് ഫുള്ള് ഇതിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ.
നെയ്യ് എത്ര അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നെയ്യാണ് ചോറിൻ്റെത്. നിങ്ങൾ ഇത് കണ്ടോ, അത് ഒക്കെ എൻ്റെ അനിയൻ കുറേയൊക്കെ കഴിച്ചിട്ട് അതിന്റെ ബാലൻസ് ഉള്ളതാണ്. ഇതില് ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ഇത് പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് വേഗം കഴിയും. അപ്പൊ നമ്മളെ ബിരിയാണി റെഡി. നെയ്യ് ഒന്നും കൂടി ഇതാവാണ്ട് ഇതും കൂടി ബാലൻസ് ഒഴിക്കൂട്ടോ ലാസ്റ്റ്. അപ്പൊ നമ്മളെ ബിരിയാണി ദം ഇടാൻ പോവാട്ടോ. അപ്പൊ ഫൈനലി നമ്മൾ ബിരിയാണി ഇതാണ് സംഭവം. കണ്ടോ, ഇങ്ങനെ വെക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു കുടുക്കിയില് കണ്ടോ, ഈ കുടുക്കിയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഒരു അരമണിക്കൂർ, ഒരു 10-15 മിനിറ്റ് ഇട്ടോ, അരമണിക്കൂറൊന്നും ഇല്ല. എനിക്ക് എപ്പോൾ തോന്നും അപ്പൊ ഞാൻ എടുത്തിട്ട് ദം ഓഫ് ആക്കും. അപ്പൊ ഓക്കെ, ഇനി ബിരിയാണി ആയിട്ട് കാണാം. അപ്പൊ ഫൈനലി നമ്മളെ ദമ്മ് പൊട്ടിച്ചു കണ്ടോ. കണ്ടോ കണ്ടോ. നല്ല ബീഫ് ബിരിയാണി അല്ലേ. അപ്പൊ ഇന്നത്തെ സൺഡേ നമ്മുടെ സ്പെഷ്യലാണ് നല്ല ബീഫ് ബിരിയാണി. കുറച്ച് നമുക്ക് ഒരു സൈഡൊന്നും ഇങ്ങനെ പൊട്ടിച്ചു. ഇതുണ്ട് നല്ല മസാല, നല്ല ബീഫിന്റെ കഷ്ണം. പിന്നെ ഇത് നമ്മളെ പുതിന ചട്നി കണ്ട. പുതിന ചട്നി അല്ല, ചമ്മന്തി. പുതിന ചമ്മന്തി കണ്ട. നല്ല പുതിനയും തേങ്ങയും സുർക്കി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട നല്ല ചമ്മന്തി. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ബീഫ് ബിരിയാണി, ദം ബിരിയാണി. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല.